പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, KSEB-യിൽ ഇലക്ട്രിസിറ്റി വർക്കറുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. PSC-യുടെ കഴിഞ്ഞ ദിവസത്തെ യോഗ തീരുമാന പ്രകാരം ഈ 30-ാം തീയതി, അതായത് നമ്മുടെ ഏപ്രിൽ 30-ാം തീയതി തന്നെ 2026 ഏപ്രിൽ 30-ന് തന്നെ KSEB-യിൽ ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെയുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം 2026-ൽ അങ്ങനെ ഒരുപാട് വിജ്ഞാപനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ആദ്യം തന്നെ ഇലക്ട്രിസിറ്റി വർക്കർ, അതായത് KSEB ഇലക്ട്രിസിറ്റി വർക്കറുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് ജില്ലാതലത്തിലുള്ള ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള നിയമനമാണ്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു, ഡിസ്ട്രിക്ട് വൈസ് നിയമനം തന്നെയായിരുന്നു. വിവിധ ജില്ലകളിലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലുള്ള ഇലക്ട്രിസിറ്റി വർക്കർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തവണത്തെ എത്ര നിയമനങ്ങൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ജില്ലാതലത്തിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഏപ്രിൽ 30-നാണ് ഇതിന്റെ വിജ്ഞാപനം വരുന്നത്. അത്തരം അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇതേ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ യോഗ്യത, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ITI ആണ്, ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഇതിന്റെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതേ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൊടുക്കാൻ യോഗ്യതയുള്ളവർ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. I+ന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. I+ നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് KSEB വർക്കർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട്, അതിൽ വിളിക്കുക. കൃത്യമായിട്ട് നിങ്ങളെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ നൽകുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.